Hi everyone, UPS or uninterrupted power supply. ഇപ്പോൾ യു പി എസിൽ ഓഫ്ലൈൻ യു പി എസ് അതുപോലെ ഓൺലൈൻ യു പി എസ് ഉണ്ട്. നമ്മൾ ഓഫ്ലൈൻ യു പി എസിൻ്റെ സർക്യൂട്ട്, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന കുറച്ച് പോർഷൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ജനറൽ സ്പെസിഫിക്കേഷൻ ആൻഡ് യു പി എസ് പ്രൊട്ടക്ഷൻസ്, ഒരു യു പി എസിൻ്റെ ഓഫ്ലൈൻ യു പി എസിൻ്റെ ജനറൽ സ്പെസിഫിക്കേഷൻസും അതുപോലെ അതിൻ്റെ പ്രൊട്ടക്ഷൻ സിസ്റ്റംസും, പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ യു പി എസ് ആർ അവൈലബിൾ ഫ്രം 500 വോൾട്ട് ആംപിയർ ടു 20 kVA ഓർ എബവ്. സാധാരണ യു പി എസിൻ്റെ റേറ്റിംഗ്സ് ജനറൽ സ്പെസിഫിക്കേഷൻസിൽ അതിൻ്റെ റേറ്റിംഗ്സ് വരാറുള്ളത് 500 വോൾട്ട് ആംപിയർ മുതൽ 20 കിലോ വോൾട്ട് ആംപിയർ വരെയാണ് അതിൻ്റെ റേഞ്ച് വരാറുള്ളത്. ദെൻ പവർ ഫാക്ടർ സ്പെസിഫിക്കേഷൻ വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ്. പവർ ഫാക്ടർ ആണെങ്കിൽ ഒരു മാനുഫാക്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ പവർ ഫാക്ടർ വേരി ചെയ്യാറുണ്ട്. ദെൻ സപ്പോസ് ഫോർ 1 kVA യു പി എസ്, ഇപ്പോൾ ഒരു 1 കിലോ വോൾട്ട് ആംപിയറിൻ്റെ യു പി എസ് ആണെങ്കിൽ അതിൻ്റെ പവർ ഫാക്ടർ 0.6 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലോഡ് എത്രയായിരിക്കും? നമുക്ക് തന്നിട്ടുള്ളത് 1 kVA, അതിൻ്റെ റേറ്റിംഗ് 1 kVA ആണ്, അതിൻ്റെ പവർ ഫാക്ടർ 0.6 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോഡ് എത്രയായിരിക്കും? 600 വാട്ട്സ് ആണ് വരിക. 1000 ഇൻറ്റു 0.6, അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. നോർമലി എ സിംഗിൾ പി സി ടേക്സ് അറൗണ്ട് 180 വാട്ട്സ്. സാധാരണഗതിയിലൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഒരു 180 വാട്ട്സ് വരെയൊക്കെയാണ് പവർ കൺസ്യൂം ചെയ്യാറുള്ളത്. 600 വാട്ട്സ് ധാരാളമാണ്. ആൻഡ് ദർ ആർ സൈൻ വേവ്, സ്ക്വയർ വേവ് ആൻഡ് ക്വാസി സ്ക്വയർ വേവ് ഔട്ട്പുട്ട് യു പി എസ്. യു പി എസ് ആണെങ്കിൽ സാധാരണ യു പി എസിൻ്റെ ഔട്ട്പുട്ട് സൈൻ വേവ് വരുന്നത് നമുക്ക് അവൈലബിൾ ആണ്, സ്ക്വയർ വേവിൽ വരുന്നത് അവൈലബിൾ ആണ്, ക്വാസി സ്ക്വയർ വേവിൽ വരുന്നതും അവൈലബിൾ ആണ്. ക്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈഡ് സൈൻ വേവ്, മോഡിഫൈഡ് സ്ക്വയർ വേവിലൊക്കെ വരുന്നതും അവൈലബിൾ ആണ്. ദെൻ യൂഷ്വലി സൈൻ വേവ് ഔട്ട് യു പി എസ് ഈസ് ബെറ്റർ ദാൻ ദ സ്ക്വയർ വേവ് ഔട്ട് യു പി എസ്. സ്ക്വയർ വേവ് ഔട്ട്പുട്ട് യു പി എസിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസ് നമുക്ക് അവൈലബിൾ ആവുന്നത് സൈൻ വേവ് യു പി എസിൻ്റെ അകത്തായിരിക്കും. ദെൻ ജനറൽ സ്പെസിഫിക്കേഷനകത്ത് അതിൻ്റെ ഔട്ട്പുട്ട് കപ്പാസിറ്റി സാധാരണ വോൾട്ട് ആംപിയറിലാണ് കാണിക്കുക. ദെൻ ഇൻപുട്ട് വോൾട്ടേജ് ആണെങ്കിൽ 230 വോൾട്ട് എ സി ±20% വേരിയേഷൻ. 50 ഹെർട്സ് സിംഗിൾ ഫേസ് സൈൻ വേവ് ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കാറുള്ളത് 230 വോൾട്ട് എ സി ±20% വേരിയേഷൻ വരെ ആവാം. ദെൻ 50 ഹെർട്സ് സിംഗിൾ ഫേസ് സൈൻ വേവ്. ഔട്ട്പുട്ട് ആണെങ്കിലോ 230 വോൾട്ട് എ സി ±10% വേരിയേഷനാണ് ഔട്ട്പുട്ടിൽ വരാൻ പാടുള്ളൂ യു പി എസിൻ്റെ. 50 ഹെർട്സിൽ സ്ക്വയർ വേവ് ഓർ സൈൻ വേവ്. ദെൻ 230 വോൾട്ട് എ സി +2%, 50 ഹെർട്സ് ഫോർ ഓൺലൈൻ. ഓഫ്ലൈനിലാണെങ്കിൽ 10% വരെ വേരിയേഷൻ അലൗഡ് ആണ്. പക്ഷേ ഓൺലൈനിലാണെങ്കിൽ അത് +2% വരെ വേരിയേഷൻ വരാറുള്ളൂ. കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് ആണ് നമുക്ക് ഓൺലൈൻ യു പി എസിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാറ്ററി എന്ന് പറയുന്നത് ബാറ്ററിയുടെ കപ്പാസിറ്റി ആംബിയർ അവറിലാണ് പറയുക, = 7 ആംബിയർ അവർ. 12 വോൾട്ട് സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ടൈപ്പ് ഓഫ്ലൈനിലാണെന്നുണ്ടെങ്കിൽ, ഓഫ്ലൈനിൽ നമ്മൾ സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ടൈപ്പ് SMF ടൈപ്പ് ബാറ്ററിയാണ് യൂസ് ചെയ്യാറുള്ളത്. 12 വോൾട്ട് കപ്പാസിറ്റി ഉള്ള SMF ടൈപ്പ് ബാറ്ററി ഓഫ്ലൈനിൽ യൂസ് ചെയ്യും. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 7 ആംബിയർ അവർ വരെ വരും. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കപ്പാസിറ്റി ഓഫ് ദ യു പി എസ്. യു പി എസിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ബാറ്ററി പവറെല്ലാം വരുന്നത്. ട്യൂബുലാർ ബാറ്ററീസ് ഓഫ്ലൈനിലാണെങ്കിൽ നമ്മൾ SMF ടൈപ്പാണ് ബാറ്ററീസ് യൂസ് ചെയ്യാറുള്ളത്, 12 വോൾട്ടിൻ്റെ 7 ആംബിയർ അവറിൻ്റെ. ഓൺലൈനിലാണെങ്കിൽ അതൊരു 12 വോൾട്ട് മുതൽ 120 വോൾട്ട് വരെ കപ്പാസിറ്റി വേരി ചെയ്യുന്നത്. അതിൻ്റെ ആംബിയർ അവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 40 ആംബിയർ അവർ ടു 160 ആംബിയർ അവർ വരെ വേരി ചെയ്യുന്ന ബാറ്ററി പവറുള്ള ട്യൂബുലാർ ബാറ്ററീസാണ് ഓൺലൈൻ യു പി എസിനകത്ത് യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഓഫ്ലൈൻ യു പി എസിലും ഓൺലൈൻ യു പി എസിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാറ്ററീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓൺലൈൻ യു പി എസിൽ ഓഫ്ലൈൻ യു പി എസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കപ്പാസിറ്റി കൂടിയ ബാറ്ററീസ് ആണ് യൂസ് ചെയ്യാറ്. അവിടെയും ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കപ്പാസിറ്റി ഓഫ് ദ യു പി എസ്. യു പി എസിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ബാറ്ററിയുടെ ആംബിയർ അവർ കപ്പാസിറ്റി വരുന്നത്. 12 വോൾട്ട് മുതൽ 120 വോൾട്ട് വരെ വോൾട്ടേജ് റേറ്റിംഗ് വേരി ചെയ്യും. അങ്ങനെ വോൾട്ടേജ് റേറ്റിംഗ് വേരി ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ആംബിയർ അവർ കപ്പാസിറ്റിയും ചേഞ്ച് ചെയ്യാറുണ്ട്. ദെൻ അവൈലബിലിറ്റി ഓഫ് ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേഷൻ ഫീച്ചർ. യു പി എസിൻ്റെ അകത്ത് തന്നെ ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനും കൂടെ അവൈലബിൾ ആണ്. ടിപ്പിക്കൽ റീചാർജ് ടൈം ടു ചാർജ് 90% ഓഫ് ദി ഫുൾ കപ്പാസിറ്റി ഓഫ് ദ ബാറ്ററി ഈസ് 5 hours. സാധാരണ ടിപ്പിക്കലായിട്ടുള്ളൊരു
ബാറ്ററിയുടെ ഫുൾ കപ്പാസിറ്റിയുടെ 90% ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എത്രയാണ്? 5 മണിക്കൂർ വരെ ഏകദേശം സമയമെടുക്കും. 90%-ഓളം അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയുടെ 90%-ഓളം ചാർജ് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു 5 മണിക്കൂർ ടൈമെങ്കിലും എടുക്കാറുണ്ട്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊട്ടക്ഷൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊട്ടക്ഷൻസ് ഇൻ യു പി എസിന് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊട്ടക്ഷൻസ്. അതിൻ്റെ ഓരോ സ്റ്റേജിലും ഓരോ എക്യുപ്മെൻറ്റ്സിനും പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. സോ ഇൻപുട്ട് ഫ്യൂസ് ഓൺ മെയിൻസ്. ഫസ്റ്റ് വൺ നമ്മൾ മെയിൻസിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂസും. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സിസ്റ്റം ഫ്രം ഹൈ വോൾട്ടേജ് ഇൻപുട്ട്, ലൈൻ ഡിസ്റ്റർബൻസസ് ആൻഡ് ഷോർട്ട് സർക്യൂട്ടിംഗ്. ലൈൻ വോൾട്ടേജിൽ വരുന്ന ഹൈ വോൾട്ടേജ് ഇൻപുട്ടുകൾ, അതുപോലെ ലൈനിൽ വരുന്ന ഡിസ്റ്റർബൻസസും പിന്നെ ഷോർട്ട് സർക്യൂട്ടിങ്ങും അങ്ങനെയുള്ളതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ഫ്യൂസ് ഓൺ മെയിൻസ് കഴിഞ്ഞിട്ടുള്ള ഇൻപുട്ട് ഫ്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ പ്രൊട്ടക്ഷൻ. മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ കണ്ടക്ട്സ് വെൻ ഹൈ ഇൻപുട്ട് വോൾട്ടേജ് അപ്പിയേഴ്സ് ദെർബൈ ബ്ലോയിങ് ദ ഫ്യൂസ്. മെറ്റൽ ഓക്സൈഡ് വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ഇൻപുട്ട് വരുന്ന സമയത്ത് മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ കണ്ടക്ട് ചെയ്തിട്ട് അത് ഫ്യൂസിനെ ബ്ലോ ചെയ്ത് കളയും. ദെൻ പോളിയസ്റ്റർ കപ്പാസിറ്റർ ഫോർ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ. ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യാറുള്ളത് പോളിയസ്റ്റർ കപ്പാസിറ്ററാണ്. ദിസ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിന് അക്രോസ് ആയിട്ടാണ് പോളിയസ്റ്റർ കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇറ്റ് ബേൺസ് ഔട്ട് വെൻ ദ ലൈറ്റ്നിങ് ഒക്കേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ട്രാൻസ്ഫോമർ. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ലൈറ്റ്നിങ് ഉണ്ടാകുന്ന സമയത്ത് ട്രാൻസ്ഫോമറിലേക്ക് ഓവർ വോൾട്ടേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറിൻ്റെ അക്രോസ് കണക്ട് ചെയ്യുന്നതാണ് പോളിയസ്റ്റർ കപ്പാസിറ്റർ. അപ്പോൾ ലൈറ്റ്നിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ എക്സ്ട്രാ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ കപ്പാസിറ്റർ ബ്ലോ ഔട്ട് ആയി പോവും, അല്ലെങ്കിൽ ബേൺ ആയി പോവും. ട്രാൻസ്ഫോമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ദെൻ ഫ്യൂസസ് ടു പ്രൊട്ടക്ട് ദ മോസ്ഫെറ്റ്സ്. നമ്മളതിനകത്ത് മോസ്ഫെറ്റ്സ് ഈ സ്വിച്ചസ് ആയിട്ട് മോസ്ഫെറ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. മോസ്ഫെറ്റ്സിനെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? മോസ്ഫെറ്റ്സ് ആർ ഹൈലി സെൻസിറ്റീവ് ടു റാപ്പിഡ് ചേഞ്ചിങ് കറൻറ്റ്സ്. മോസ്ഫെറ്റ്സ് എന്ന് പറയുന്ന സ്വിച്ചസ് റാപ്പിഡ് ചേഞ്ച്, പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്ന കറൻറ്റ്സിന് ഹൈലി സെൻസിറ്റീവാണ്. അങ്ങനെ റാപ്പിഡ് ചേഞ്ചസിന് ഹൈലി സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്യൂസസ് ഉപയോഗിച്ച് മോസ്ഫെറ്റിന് ഹൈ കറൻസിൽ നിന്നും അല്ലെങ്കിൽ റാപ്പിഡ് ചേഞ്ചിങ് കറൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. ചാർജർ ഫ്യൂസ് ടു പ്രൊട്ടക്ട് ദ ചാർജർ സർക്യൂട്ട്. ചാർജർ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചാർജർ ഫ്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് എനി ഫോൾട്ട് ഇൻ ദ ചാർജർ സർക്യൂട്ട് ഒക്കേഴ്സ്. ചാർജർ സർക്യൂട്ടിൽ എന്തൊരു ഫോൾട്ട് ഉണ്ടായാലും ഫ്യൂസ് ബ്ലോസ് ടു പ്രൊട്ടക്ട് ദ SCR പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂസ് എന്ത് ചെയ്യും? ബ്ലോ ഔട്ട് ആയി പോകും. ദെൻ ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ. മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഹൈ വോൾട്ടേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ദിസ് മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് ഔട്ട്പുട്ട് സോക്കറ്റ്സ് ഫ്യൂസ് ആൻഡ് ന്യൂട്രൽ. ഔട്ട്പുട്ട് സോക്കറ്റിൽ അതായത് UPS ഔട്ട്പുട്ട് സോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ റിയർ പാനലിൽ. സോ ഈ ഔട്ട്പുട്ട് സോക്കറ്റ്സിൻ്റെ ഫ്യൂസിനും ന്യൂട്രലിനും ഒക്കെ അക്രോസ് ആയിട്ടാണ് മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റേഴ്സ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഇഫ് ദ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഫെയിൽസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ജംപ് ടു മോർ ദാൻ 300 volts. ഇൻ കേസ് അതിൻ്റെ ഫീഡ്ബാക്ക് സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ, ഫീഡ്ബാക്ക് സർക്യൂട്ട് വർക്ക് ചെയ്യാതെ അത് ഫെയിലായി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അത് ഒരു ഒപ്റ്റിമൽ വാല്യൂവിൽ നിൽക്കാതെ പെട്ടെന്ന് 300 volt വരെ കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു 240-260 volt വരെയൊക്കെ നമുക്ക് വേരിയേഷൻ പാടുള്ളൂ. അപ്പം അതിൽ കൂടുതൽ ഒരു 300 volt വരേക്കൊക്കെ ഔട്ട്പുട്ട് വോൾട്ടേജ് ജമ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ സച്ച് സിറ്റുവേഷൻ ദ മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റേഴ്സ് കണ്ടക്ട് ടു പ്രൊട്ടക്ട് ദ ലോഡ്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റേഴ്സ് കണ്ടക്ട് ചെയ്തിട്ട് അതാണ് ലോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. Then over voltage protection. It protects the UPS, especially the MOSFET or IGBT, when output current exceeds a preset value or overloading the UPS. ഇനി ഓവർലോഡ് പ്രൊട്ടക്ഷൻ. നമ്മളൊരു UPSലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ലോഡിൽ ഓവർലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീസെറ്റ് ചെയ്തൊരു വാല്യൂ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പ്രീസെറ്റ് വാല്യൂവിനേക്കാളും ലോഡ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള മോസ്ഫെറ്റിനെയും IGBTസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർലോഡ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. When this occurs, the UPS output becomes off along with an indication. അപ്പോൾ എന്തായിരുന്നു ഓവർലോഡ് പ്രൊട്ടക്ഷനകത്ത് കൊടുത്തിട്ടുള്ളത്? നമ്മൾ ഓവർലോഡ് വരുന്ന കേസിൽ UPS ഇറ്റ്സെൽഫ് എന്തായി പോവും? ഓഫായി പോവും. ഓഫായിട്ട് ഓവർലോഡാണെന്നും കാണാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഓവർലോഡാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ലൈറ്റോ അല്ലെങ്കിൽ ഒരു ബീപ്പ് സൗണ്ടോ ഒക്കെ സാധാരണ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഇൻഡിക്കേഷൻ വഴി നമുക്കത് ഓവർലോഡാണ് എന്ന് കാണിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ലോഡിനെ അതിൽ നിന്ന് UPSനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ UPSനെ ഓഫ് ചെയ്യുകയും ചെയ്യും. ദെൻ ബാറ്ററി ഓവർചാർജ് ഓർ ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് കേസ് വരുന്നത് ബാറ്ററി ഓവർചാർജ്.
നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഓവറായി കഴിഞ്ഞാൽ, അതായത് ബാറ്ററി ഓവർ ചാർജ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവറായിട്ട് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ, ഈ രണ്ട് കേസിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ സർക്യൂട്ടുകൾ ഉണ്ടാവും. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബാറ്ററി ഫ്രം ചാർജിങ് ടു എ ഹൈ വാല്യൂ. എഫ് ബാറ്ററിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത് 15.8 വോൾട്ട് വരെയാണ്. ട്യൂബുലർ ബാറ്ററീസിലാണെങ്കിൽ 14.1 വോൾട്ട് വരെ. അപ്പോൾ അതിൻ്റെ മേലേക്ക് ചാർജ് ആയിക്കഴിഞ്ഞാൽ ബാറ്ററി ഓവർ ചാർജ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ചാർജ് ഓവർ ആയിട്ടുണ്ട്, ഇനി മതി എന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് തരും. ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട്സ് ദ ബാറ്ററി ഫ്രം ഗെറ്റിംഗ് ഡിസ്ചാർജ്ഡ് ബിലോ എ ലെവൽ. ഇനി ഇതുപോലെ തന്നെ ഒരു മാക്സിമം ലെവലുള്ളതുപോലെ മിനിമം ലിമിറ്റും ഉണ്ട്. ഒരു മിനിമം ഇത്ര വോൾട്ടേജിൻ്റെ താഴേക്ക് ഡിസ്ചാർജ് ആയി പോകാനും പാടില്ല ഒരു ബാറ്ററി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ബാറ്ററി പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇഫ് ദ ബാറ്ററി വോൾട്ടേജ് ഈസ് ഡിസ്ചാർജ്ഡ് ബിലോ ദ 10.5 വോൾട്ട്, 10.5 വോൾട്ടിൻ്റെ താഴേക്ക് ബാറ്ററി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ, ഒരു ബാറ്ററിക്ക് സാധാരണ 15.8 വോൾട്ട് അല്ലെങ്കിൽ 14.1 വോൾട്ടൊക്കെയാണ് അതിൻ്റെ ഹയർ ലിമിറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ താഴേക്ക് 10.5 താഴേക്ക് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ UPS വിൽ ഗെറ്റ്സ് ഓട്ടോമാറ്റിക്കലി സ്വിച്ച്ഡ് ഓഫ്. UPS എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി സ്വിച്ച്ഡ് ഓഫ് ആയി പോകും. ഇനി ഒരു UPSൻ്റെ ജനറൽ ടിപ്സ് ഫോർ ടെസ്റ്റിംഗ് UPS. ഒരു UPS ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ടിപ്സ് എന്തൊക്കെയാണെന്ന്. കണക്ട് ദ ബാറ്ററി ടു ദ ടെർമിനൽസ് യൂസിങ് എ ഫ്യൂസ് വയർ. ഒരു ഫ്യൂസ് വയർ ഉപയോഗിച്ചിട്ട് വേണം ബാറ്ററീനെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാൻ. ഇഫ് എനി ഫോൾട്ട് ഒക്കേഴ്സ് ഇൻ ടെസ്റ്റിംഗ് ദ ഫ്യൂസ് വിൽ ബ്ലോ ടു പ്രൊട്ടക്ട് ദ UPS. ടെസ്റ്റിങ്ങിൽ എന്തെങ്കിലും ഫോൾട്ട് ടെസ്റ്റിങ്ങിനിടയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്യൂസ് എന്ത് ചെയ്യും? ബ്ലോ ഔട്ടായി പോകും. ഡു ദ ടെസ്റ്റിങ്സ് ഓൺ നോ ലോഡ് കണ്ടീഷൻ. എല്ലാം നമ്മൾ നോ ലോഡ് കണ്ടീഷനിൽ വേണം ടെസ്റ്റിങ്സ് ചെയ്യാൻ. UPSന് ടെസ്റ്റ് ചെയ്യുന്നത് നോ ലോഡ് കണ്ടീഷനിൽ വേണം ചെയ്യാൻ. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ UPSന് എന്ത് ചെയ്യണം? ആദ്യം ടെസ്റ്റ് ചെയ്യണം. ചെക്ക് ദ ഗേറ്റ് വോൾട്ടേജസ് ഓഫ് ദ 2 MOSFET ബാങ്ക്സ്. ഇറ്റ് ഷുഡ് ബി ദ സെയിം. രണ്ട് MOSFETs നമ്മൾ MOSFET സ്വിച്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് MOSFET ബാങ്കിൻ്റെയും ഗേറ്റ് വോൾട്ടേജ് ചെക്ക് ചെയ്യണം. അത് രണ്ടും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സെയിം ഗേറ്റ് വോൾട്ടേജ് ഉള്ള MOSFETs വേണം നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ. ഇഫ് PWM ഗേറ്റ് പൾസസ് ആർ നോട്ട് പ്രസൻറ്റ്, PWMൻ്റെ ഗേറ്റ് പൾസസ് അവിടെ പ്രസൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഗേറ്റ് വോൾട്ടേജ് വിൽ ബി അറൗണ്ട് 5.6 വോൾട്ട്. ഗേറ്റ് വോൾട്ടേജ് ഏകദേശം ഒരു 5.6 വോൾട്ട് വരെയാണ് വരേണ്ടത്. ഇഫ് ദ PWM ഗേറ്റ് പൾസസ് ആർ പ്രസൻറ്റ് ദെൻ ദ ഗേറ്റ് വോൾട്ടേജ് വിൽ ബി അറൗണ്ട് 2 to 2.5 വോൾട്ട്. ഇത് രണ്ടുമാണ് കണ്ടീഷൻസ്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് PWMൻ്റെ ഗേറ്റ് പൾസസ് അവിടെ അവൈലബിൾ അല്ല അല്ലെങ്കിൽ പ്രസൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഗേറ്റ് വോൾട്ടേജ് 5.6 വോൾട്ട് വരെ വരും. ഇനി ഗേറ്റ് വോൾട്ടേജ് അവിടെ പ്രസൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഗേറ്റ് വോൾട്ടേജിന് അക്രോസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ PWM ഗേറ്റ് പൾസസ് പ്രസൻറ്റ് ആണെങ്കിൽ അവിടെ വോൾട്ടേജ് എത്രയായിരിക്കും? 2 to 2.5 വോൾട്ട് വരെയാണ് വരിക. സം ഫ്രീക്വൻസി മീറ്റേഴ്സ് ആർ ഡിസൈൻഡ് ടു മെഷർ പ്യുവർ AC ഫ്രീക്വൻസി. പ്യുവർ AC ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സാധാരണ ഫ്രീക്വൻസി മീറ്റേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇഫ് ദ UPS ഔട്ട്പുട്ട് ഈസ് സ്ക്വയർ വേവ്, ഇനി നമുക്ക് UPSൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരു സ്ക്വയർ വേവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്യുവർ AC മാത്രം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി മീറ്റേഴ്സ് കൊണ്ട് ഇവിടെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടണം എന്നില്ല. കാരണം അത് പ്യുവർ AC ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഈ ഫ്രീക്വൻസി മീറ്റേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഫ്രീക്വൻസി മീറ്റേഴ്സ് ഇവിടെ UPSൻ്റെ ഔട്ട്പുട്ടിൽ വെച്ച് കഴിഞ്ഞാൽ, സ്ക്വയർ വേവ് UPS ഔട്ട്പുട്ട് തരുന്ന UPSൻ്റെ ഔട്ട്പുട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് കറക്റ്റായിട്ട് കിട്ടില്ല. ടു മെഷർ ദി കറക്റ്റ് ഫ്രീക്വൻസി കണക്റ്റ് 60 or 100 വാട്ട് ലോഡ്. ഒരു 60 to 100 വാട്ട് ലോഡ് അതിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇങ്ങനെയുള്ള കേസിൽ ഫ്രീക്വൻസി സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ അൺലോഡഡ് കണ്ടീഷനിലാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു 60 or 100 വാട്ട് ലോഡ് നമ്മൾ കണക്ട് ചെയ്തിട്ട് വേണം ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു കറക്റ്റ് ഫ്രീക്വൻസി വാല്യൂ നമുക്ക് കിട്ടും. ഫോർ ഓവർലോഡ് സെറ്റിംഗ്. ഇനി ഓവർലോഡ് സെറ്റിംഗ് ഓൺലൈൻ UPS. ഓൺലൈൻ UPSൽ ഓവർലോഡ് സെറ്റിങ്ങിന് ദ ലോഡ് കറണ്ട് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദി മാക്സിമം ലോഡ് വിത്ത് ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഓൺലൈൻ UPSൻ്റെ ഓവർലോഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാതെ? ഇത്ര ലോഡ് നമ്മൾ പ്രീസെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു. ഓവർലോഡ് ആ പ്രീസെറ്റ് വാല്യൂവിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞാലാണ് UPS ഓഫായി പോകുന്നത്. അപ്പോൾ ഈ ഓവർലോഡ് നമ്മളെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ദ ലോഡ് കറണ്ട് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ മാക്സിമം ലോഡ്. ലോഡ് കറണ്ടിനെ നമ്മുടെ മാക്സിമം ലോഡ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാം വിത്ത് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ദ മാക്സിമം ലോഡ് ഡിവൈഡിങ് ദ മാക്സിമം ലോഡ് ബൈ ഡിവൈഡിങ് ദ മാക്സിമം ലോഡ് വിത്ത് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ലോഡ് കറണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലോഡ് കറണ്ട് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ മാക്സിമം ലോഡ്. മാക്സിമം ലോഡ് എടുക്കുക, മാക്സിമം ലോഡ് നിന്ന് റേറ്റഡ് ലോഡ് എടുക്കുക,
ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജിനെ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം പവർ ഡിവൈഡഡ് ബൈ മാക്സിമം വോൾട്ടേജ് ചെയ്താൽ മാക്സിമം കറണ്ട് അല്ലെങ്കിൽ നമുക്കതിൻ്റെ ലോഡ് കറണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ലോഡ് കറണ്ടാണ് നമ്മൾ ഓവർലോഡ് കറണ്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ മേലേക്ക് ലോഡ് കറണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? UPSനെ ഓഫാക്കി വെക്കണം. ദിസ് ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് എ ക്ലാം മീറ്റർ ഓൺ ദി ഔട്ട്പുട്ട് ടെർമിനൽ. നമ്മളെങ്ങനെയാണ് മെഷർ ചെയ്യുക? ഔട്ട്പുട്ട് ടെർമിനലിൽ ഒരു ക്ലാം മീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓവർലോഡ് ഈസ് സെറ്റ് അറ്റ് ദിസ് വാല്യൂ ഓഫ് ലോഡ് കറണ്ട്. എന്നിട്ട് ആ വാല്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓവർലോഡ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. While using extension boxes, either in the input or on the output of a UPS, ensure proper earth connection. നമ്മൾ എക്സ്റ്റൻഷൻ ബോക്സസ് ഇൻപുട്ടിൻ്റെ ഭാഗത്തായാലും ഔട്ട്പുട്ടിൻ്റെ ഭാഗത്തായാലും എക്സ്റ്റൻഷൻ ബോക്സസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം പ്രോപ്പർലി എർത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഇംപ്രോപ്പർ എർത്തിങ് മേ ലീഡ് ടു പ്യുവർ ലൈൻ ഫിൽറ്ററിങ് ആൻഡ് ഷോക്ക് ഹാസാർഡ്സ്. ഇംപ്രോപ്പർ എർത്തിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പുവർ ലൈൻ ഫിൽറ്ററിങ് വേണ്ട രീതിയിൽ നടക്കില്ല. അതായത് ലൈൻസിൽ വരുന്ന ഹാർമോണിക്സ് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഒക്കെ ലോഡോ വോൾട്ടേജോ ഒക്കെ വരുവാണെങ്കിൽ അവിടെ വേണ്ടത്ര ഫിൽറ്ററിങ് നടക്കില്ല. ഷോക്ക് ഹസാർഡ്സ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇഫ് നമ്പർ ഓഫ് മോസ്ഫെറ്റ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, കെയർ ഷുഡ് ബി ടേക്കൺ ടു സീ ദാറ്റ് ഓൾ ദ മോസ്ഫെറ്റ്സ് ആർ ഓഫ് ദ സെയിം RDS. ഇപ്പം നമ്മൾ ഒരുപാട് മോസ്ഫെറ്റ്സ് പാരലലി കണക്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ സ്വിച്ചസ് നമ്മൾ സാധാരണ ഇവിടെ 2 മോസ്ഫെറ്റ്സ് ആണ് സ്വിച്ചായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഒരുപാട് മോസ്ഫെറ്റ്സിന് പാരലലായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ മോസ്ഫെറ്റ്സിനെല്ലാം സെയിം RDS എന്ന് പറയുമ്പം ഡ്രെയിൻ ടു സോഴ്സ് റെസിസ്റ്റൻസ്. മോസ്ഫെറ്റിൻ്റെ ഡ്രെയിൻ ടു സോഴ്സ് റെസിസ്റ്റൻസ് എല്ലാത്തിനും സെയിം ആണ് എന്ന് ഉറപ്പ് വരുത്തണം. ദെൻ ചേഞ്ച് ഓവർ ഇൻ ഓഫ്ലൈൻ UPS സിസ്റ്റം. ഓഫ്ലൈൻ UPS സിസ്റ്റത്തിൽ ചേഞ്ച് ഓവർ ചെയ്യുന്ന കാര്യങ്ങൾ. ദ റിലേ കൺട്രോൾസ് ദ ബാറ്ററി വോൾട്ടേജ് വിച്ച് ഈസ് അപ്ലൈഡ് ഫോർ റിലേ കോയിൽസ്. നമ്മൾ പറഞ്ഞു റിലേ കോയിൽസിൻ്റെ അപ്ലൈഡ് ഫോർ ദ റിലേ കോയിൽസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബാറ്ററി വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? റിലേ ആണ്. ഇഫ് ദ ബാറ്ററി വോൾട്ടേജ് ഈസ് ടു ലോ, നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് ഒരുപാട് കുറവാണെങ്കിൽ ദെൻ ദ റിലേ കോയിൽ വിൽ നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് സപ്ലൈ ടു ട്രിഗർ ദ സ്വിച്ച്. അങ്ങനത്തെ കേസിൽ ബാറ്ററിയിൽ നിന്നും സപ്ലൈ എടുക്കാൻ ഇല്ലാതാവുക, അല്ലെങ്കിൽ ബാറ്ററിയിലെ വോൾട്ടേജ് വളരെ കുറവാകുന്ന കേസിൽ റിലേ കോയിലിന് എന്ത് ചെയ്യില്ല? സ്വിച്ച് ട്രിഗർ ചെയ്യാനുള്ള സഫിഷ്യൻറ്റ് സപ്ലൈ റിലേ കോയിലിന് കിട്ടില്ല. അപ്പോൾ ഈ കേസിൽ എന്താ ചെയ്യുന്നത്? റിലേ കോയിൽ ബാറ്ററിയിൽ നിന്നുമാണ് റിലേ കോയിലിന് സപ്ലൈ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടാത്ത കേസ് വരുവാണെങ്കിൽ ദിസ് മേ ലീഡ്സ് ടു ദ ആബ്സെൻസ് ഓഫ് മെയിൻ വോൾട്ടേജ് ഈവൻ ഇഫ് ദ മെയിൻസ് ഇസ് പ്രസൻറ്റ് ആൻഡ് ഈസ് ഹെൽത്തി. മെയിൻസ് പ്രസൻ്റ് ആണ്, ഹെൽത്തി ആയിട്ടുള്ള മെയിൻസ് അവിടെ അവൈലബിൾ ആണെങ്കിൽ പോലും എന്ത് ചെയ്യില്ല? അവിടെ വോൾട്ടേജ് സ്വിച്ചിനെ ട്രിഗർ ചെയ്യാൻ വേണ്ട വോൾട്ടേജ് കിട്ടുന്നില്ല. ഈ കേസിൽ എന്താ പറയുന്നത്? ദ ഓഫ്ലൈൻ സിസ്റ്റംസ് ആർ ബാറ്ററി ഡിപ്പെൻഡൻറ്റ്. ഇവിടെ നമ്മുടെ ഓഫ്ലൈൻ സിസ്റ്റംസ് ബാറ്ററി ഡിപ്പെൻഡൻ്റ് ആണ്. മെയിൻസ് അവൈലബിൾ ആണെങ്കിൽ പോലും അത് ബാറ്ററീനെയാണ് ഇത്തരത്തിലുള്ള ഓഫ്ലൈൻ സിസ്റ്റംസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സം ഓഫ്ലൈൻ സിസ്റ്റംസ് ആർ ബാറ്ററി ഇൻഡിപെൻഡൻറ്റ്. ചില ഓഫ്ലൈൻ സിസ്റ്റംസ് എങ്ങനെയാണ്? ബാറ്ററി ഇൻഡിപെൻഡൻ്റ്. അതുകൊണ്ട് ബാറ്ററീനെ അത് ഡിപ്പെൻഡ് ചെയ്യില്ല. അതായത് കോയിൽ സപ്ലൈ ഈസ് പ്രൊവൈഡഡ് ബൈ ദ മെയിൻസ് ഇറ്റ് സെൽഫ്. നേരത്തെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ കോയിൽ സപ്ലൈ റിലേയുടെ കോയിൽ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത് ബാറ്ററിയിൽ നിന്നാണ്. അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മെയിൻസ് തൊട്ടത് എടുക്കുകയില്ല, ബാറ്ററിയിൽ വേണ്ടത്ര ഇല്ലാതാവുകയും ചെയ്ത് കഴിയുമ്പം അതിന് സപ്ലൈ കിട്ടാത്തൊരവസ്ഥ വരും. അപ്പം സ്വിച്ച് ട്രിഗർ ചെയ്യാനും അതിന് പറ്റില്ല. ഇവിടെ നമ്മൾ റിലേ കോയിൽ ബാറ്ററിയിൽ നിന്ന് എടുക്കാതെ മെയിൻസിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ സപ്ലൈ ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് റെക്ടിഫൈഡ്. മെയിൻ സപ്ലൈ റെഡ്യൂസ് ചെയ്ത് റെക്ടിഫൈ ചെയ്തിട്ടാണ് അത് സാധാരണ കോയിൽ സപ്ലൈയിലേക്ക് യൂസ് ചെയ്യാറുള്ളത്. ദിസ് റെക്ടിഫൈഡ് സപ്ലൈ ഈസ് ഗിവൺ ടു ദ ചേഞ്ച് ഓവർ റിലേ കോയിൽ. ആ റെക്ടിഫൈഡ് സപ്ലൈ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ഓവർ റിലേ കോയിലിലേക്ക് കൊടുക്കുന്നത്. ബാറ്ററി ലോ വോൾട്ടേജ് ഡസ് നോട്ട് അഫക്ട് ദ റിലേ കോയിൽ സപ്ലൈ. ഇവിടെ ബാറ്ററി ലോ ആയി കഴിഞ്ഞാലും അത് നമ്മുടെ റിലേ കോയിൽ സപ്ലൈനെ അഫക്റ്റ് ചെയ്യാറില്ല. ദിസ് ടൈപ്പ് ഓഫ് ഓഫ്ലൈൻ UPS പ്രൊവൈഡ്സ് മെയിൻസ് ഔട്ട്പുട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ബാറ്ററി കണ്ടീഷൻ. അപ്പോൾ ബാറ്ററിയുടെ കണ്ടീഷൻ എന്തായാലും ഇങ്ങനെയുള്ള കേസിൽ ഓഫ്ലൈൻ UPS എന്താ ചെയ്യുന്നത്? മെയിൻസ് ഔട്ട്പുട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാറ്ററിയുടെ കണ്ടീഷൻ ഇവിടെ നോക്കുന്നില്ല. ഇവിടെ ബാറ്ററി ഇൻഡിപെൻഡൻ്റ് ആണ്. നേരത്തെ പറഞ്ഞത് ബാറ്ററി ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ഇനി ഐസൊലേഷൻ ഓഫ് ദി ഇൻവെർട്ടറിനെ ഐസൊലേറ്റ് ചെയ്യേണ്ട കേസുകൾ. ഐസൊലേഷൻ ഓഫ് ദി ഇൻവെർട്ടർ സെക്ഷൻ ഡ്യൂറിങ് ദ പ്രസൻസ് ഓഫ് മെയിൻസ് ഈസ് ഡൺ ബൈ ദ ചേഞ്ച് ഓവർ റിലേ. മെയിൻസ്
പ്രസൻറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് വേണ്ട, ഇൻവെർട്ടർ വേണ്ട. എപ്പോഴാണ് നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത്? മെയിൻസ് ഇല്ലാതാവുമ്പോൾ, KCBയുടെ മെയിൻ സപ്ലൈ നമുക്ക് വരാതാവുമ്പോഴാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, ഇൻവെർട്ടറിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യുക. അപ്പം മെയിൻസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഇൻവെർട്ടർ സർക്യൂട്ടിനെ ഐസൊലേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെർട്ടറിൽ നിന്ന് നമുക്ക് എക്യുപ്മെൻറ്റ്സിലേക്ക് സപ്ലൈ വരേണ്ട ആവശ്യമില്ല. ദെൻ ഐസൊലേഷൻ ഓഫ് ദി ഇൻവെർട്ടർ സെക്ഷൻ ഡ്യൂറിങ് ദി പ്രസൻസ് ഓഫ് ദ മെയിൻസ് ഈസ് ഡൺ ബൈ ദ ചേഞ്ച് ഓവർ റിലേ. അപ്പോൾ ഇവിടെ നമ്മുടെ UPSൻ്റെ കേസിൽ മെയിൻസ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിൽ നിന്നുള്ള സപ്ലൈ എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണം. അതായത് ഇൻവെർട്ടറിനെ ഐസൊലേറ്റ് ചെയ്യുന്നത് ആരാണ്? ചേഞ്ച് ഓവർ റിലേ ആണ് ഇൻവെർട്ടറിനെ ഐസൊലേറ്റ് ചെയ്യുന്നത്. ഫോർ ഇൻവെർട്ടർ സൈഡ് ഐസൊലേഷൻ എ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡ്. ഇൻവെർട്ടർ സൈഡിലുള്ള ഐസൊലേഷന് നമ്മൾ സാധാരണ ഒരു സ്വിച്ചിങ് ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യാറുള്ളത്. This switching transistor controls the shutdown pin voltage of the oscillator IC. ഓസിലേറ്റർ ICയുടെ ഷട്ട് ഡൗൺ പിൻ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ സ്വിച്ചിങ് ട്രാൻസിസ്റ്ററാണ്. ദിസ് ട്രാൻസിസ്റ്റർ മേക്സ് ദിസ് പിൻ ഹൈ വെൻ മെയിൻസ് ഈസ് പ്രസൻറ്റ്. മെയിൻസ് പ്രസൻറ്റ് ആവുന്ന സമയത്ത് ആ പിന്നിൻ്റെ വോൾട്ടേജിനെ, അതായത് ആ പിന്നിലെ ഷട്ട് ഡൗൺ പിന്നിൻ്റെ വോൾട്ടേജിനെ, ഐസൊലേറ്റർ ICയുടെ ഷട്ട് ഡൗൺ പിന്നിൻ്റെ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത് സ്വിച്ചിങ് ട്രാൻസിസ്റ്ററാണ്. ഇപ്പോൾ മെയിൻസ് പ്രസൻറ്റ് ആവുന്ന കേസിൽ ഷട്ട് ഡൗൺ പിന്നിൻ്റെ വോൾട്ടേജ് ഹൈ ആക്കിയിട്ട് വെക്കും. ട്രാൻസിസ്റ്റർ മേക്സ് ദിസ് പിൻ ഹൈ പൊസിഷനിലായിരിക്കും ട്രാൻസിസ്റ്റർ അതിനെ വെക്കുക. ഹൈ എന്ന് പറയുന്നത് അതിൻ്റെ വോൾട്ടേജ് ഹൈ ആയിരിക്കും. വൺസ് ദ ഷട്ട് ഡൗൺ പിൻ ബിക്കംസ് ഹൈ, ഓസിലേറ്റർ IC സ്റ്റോപ്സ് ജനറേറ്റിംഗ് പൾസസ് ടു മോസ്ഫെറ്റ്സ്. അപ്പോൾ മെയിൻസ് പ്രസൻറ്റ് ആവുന്ന കേസിൽ ഷട്ട് ഡൗൺ പിന്നിൻ്റെ വോൾട്ടേജ് ഹൈ ആക്കി വെക്കും. ഷട്ട് ഡൗൺ പിന്നിൻ്റെ വോൾട്ടേജ് ഹൈ ആയി കഴിഞ്ഞാൽ ഓസിലേറ്റർ IC എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഓസിലേറ്റർ IC സ്റ്റോപ്പ് ചെയ്ത് പൾസസ് മോസ്ഫെറ്റിലേക്ക് ജനറേറ്റ് ചെയ്യില്ല. മോസ്ഫെറ്റിലേക്ക് പൾസസ് ജനറേറ്റ് ചെയ്ത് ട്രിഗർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മോസ്ഫെറ്റ് ഓൺ ആവുകയുള്ളൂ, അവിടെ നമ്മുടെ ഇൻവെർട്ടറിലേക്ക് സപ്ലൈ വരുള്ളൂ. ഇൻവെർട്ടർ ചേഞ്ച് ഓവർ നടക്കുകയുള്ളൂ. അപ്പോൾ ഇൻവെർട്ടറിനെ ഐസൊലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഓസിലേറ്റർ ICൻ്റെ ഷട്ട് ഡൗൺ പിൻ വോൾട്ടേജ് ഹൈ ആക്കി വെച്ചാൽ മതി. ഈ ഷട്ട് ഡൗൺ പിൻ വോൾട്ടേജ് ഹൈ ആക്കി വെക്കുന്ന ഡ്യൂട്ടി ആർക്കാണ്? സ്വിച്ചിങ് ട്രാൻസിസ്റ്റേഴ്സിനാണ്. സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഷട്ട് ഡൗൺ പിന്നിൻ്റെ വോൾട്ടേജ് ഹൈ ആക്കി വെക്കും. അങ്ങനെ ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓസിലേറ്റർ IC സ്റ്റോപ്പ് ചെയ്യും, ജനറേറ്റർ പൾസസ് പ്രൊവൈഡ് ചെയ്യില്ല. മോസ്ഫെറ്റ്സ് ബിക്കം ഓഫ് ആൻഡ് ഇൻവെർട്ടർ സെക്ഷൻ ബിക്കം ഇനാക്റ്റീവ്. അപ്പോൾ എന്ത് ചെയ്യും, മോസ്ഫെറ്റർ ഓഫ് ആയി പോകും. മോസ്ഫെറ്റ്സ് ട്രിഗർ ചെയ്യില്ല, സോ മോസ്ഫെറ്റ്സ് ഓഫ് ആയി പോകും, ഇൻവെർട്ടർ സെക്ഷൻ ഇനാക്റ്റീവ് ആയി പോകും. When mains failure occurs, this pin voltage is changed by the transistor to generate gate pulses. ഇനി മെയിൻസ് ഫെയിൽ ആവുകയാണെങ്കിലോ ആ വോൾട്ടേജ് ചേഞ്ച് ചെയ്യും. പിൻ വോൾട്ടേജ് നമ്മൾ ഹൈ ആക്കിയിട്ടായിരുന്നു ഇപ്പോൾ വെച്ചത്. സോ പിൻ വോൾട്ടേജിന് എന്ത് ചെയ്യും, ലോ ആക്കും. ട്രാൻസിസ്റ്ററിൻ്റെ ഗേറ്റ് പൾസസ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. പിൻ വോൾട്ടേജ് ലോ ആക്കുന്ന ഡ്യൂട്ടി ആർക്കാണ്? ട്രാൻസിസ്റ്റർ അതിൻ്റെ പിൻ വോൾട്ടേജിനെ ഹൈ ആക്കുകയും ലോ ആക്കുകയും ചെയ്യും. അതിനനുസരിച്ച് ഓസിലേറ്ററിൽ നിന്നും ഗേറ്റ് പൾസ് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യും. ദ ഇൻവെർട്ടർ സെക്ഷൻ ഓഫ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ UPS ആർ ഓൾമോസ്റ്റ് സെയിം എക്സ്പെക്ട് ഇൻ ദ മെയിൻ സെക്ഷൻ. ഇൻവെർട്ടർ സെക്ഷനിൽ ഓഫ്ലൈൻ്റെയും ഓൺലൈൻ UPSൻ്റെയും കണക്ഷൻസ് അല്ലെങ്കിൽ സെക്ഷനെല്ലാം പൊതുവെ സെയിം ആയിട്ടാണ് ഇരിക്കാറുള്ളത്, എക്സെപ്റ്റ് ഇൻ ദ മെയിൻ സെക്ഷൻ. മെയിൻ സെക്ഷനിൽ മാത്രമേ ഡിഫറൻസ് വരാറുള്ളൂ. ഓഫ്ലൈൻ UPS എംപ്ലോയ്സ് മെയിൻലി ഡിലേ കപ്പാസിറ്റർ. ഓഫ്ലൈൻ UPSനകത്ത് മെയിൻസ് ഇറ്റ്സ് ഹാവിങ് എംപ്ലോയ്സ് മെയിൻസ് ഡിലേ കപ്പാസിറ്റർ. മെയിൻസിനെ ഡിലേ ചെയ്യുന്നൊരു കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദിസ് ഇസ് എ പ്രിവെൻഷൻ ടു ഫാസ്റ്റ് വേരിയിങ് മെയിൻസ് ഇൻപുട്ട് വോൾട്ടേജ്. അതായത് മെയിൻസ് ഡിലേ കപ്പാസിറ്റർ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻസ് വരുന്നത് ഡയറക്റ്റ് നേരെ UPSൻ്റെ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിൽ ഫാസ്റ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ, മെയിൻസിൽ നിന്നും വരുന്ന ഇൻപുട്ട് വോൾട്ടേജിന് ഫാസ്റ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് വരികയാണെങ്കിൽ അതത്ര പെട്ടെന്ന് നമ്മുടെ ഓഫ്ലൈൻ UPSനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഡിലേ കപ്പാസിറ്റർ വെക്കുന്നത്. അപ്പോൾ ഈ ഡിലേ കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് വേരിയേഷൻസ് UPSൻ്റെ അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇഫ് മെയിൻസ് കണ്ടീഷൻ ഈസ് ചേഞ്ചിങ് റാപ്പിഡ്ലി, മെയിൻസ് ഓൺ ഓർ ഓഫ്, നമ്മൾ മെയിൻസ് ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ കറണ്ട് പോകാൻ വരികയൊക്കെയാണ്, പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, റാപ്പിഡ് ചേഞ്ചസ് വരുവാണെന്നുണ്ടെങ്കിൽ ദെൻ ദ UPS ഹാസ് ടു സ്വിച്ച് ആൾട്ടർനേറ്റീവ്ലി ടു ബാറ്ററി മോഡ് ആൻഡ് മെയിൻസ് മോഡ്. സോ അതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും, UPSന് ബാറ്ററി മോഡിലേക്കും മെയിൻസ് മോഡിലേക്കും മാറി അതായത് സപ്ലൈ വരുന്നതും പോകുന്നതിനും അനുസരിച്ച് അതുപോലെ തന്നെ UPSന് എന്ത് ചെയ്യേണ്ടി വരും, ബാറ്ററി മോഡിലേക്കും മെയിൻ മോഡിലേക്കും മാറി അതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും. സിൻസ് ദ മോസ്ഫെറ്റ്സ് കനോട്ട് റെസ്പോണ്ട് ടു ദീസ് വേരിയിങ് കറണ്ട്സ്, നമ്മുടെ മോസ്ഫെറ്റിന് ഇത്ര പെട്ടെന്ന് വേരി ചെയ്യുന്ന കറണ്ടിലേക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കേസിൽ എന്ത് വരും,
മോസ്ഫെറ്റ് ബേൺ ഔട്ട് ആയി പോകും. ടു അവോയ്ഡ് ദിസ് എ ഡിലേ കപ്പാസിറ്റർ ഇൻ ദ മെയിൻസ് മോഡ് ടു ഡിലേ ദ മെയിൻസ് ഇൻപുട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഡിലേ കപ്പാസിറ്ററിന് മെയിൻസിൻ്റെ ഭാഗത്ത് നമ്മളൊരു ഡിലേ കപ്പാസിറ്റർ വെക്കുന്നത്. ഡിലേ കപ്പാസിറ്റർ ഒരു 0.1 മെഗാ ഫാരഡിൻ്റെ ഡിലേ കപ്പാസിറ്ററാണ് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണത്. ആസ് സൂൺ ആസ് ദ മെയിൻസ് ഈസ് സെൻസ്ഡ് ബൈ ദി ഒപ്റ്റോ കപ്ലർ. മെയിൻസിനെ സെൻസ് ചെയ്യണമെങ്കിൽ ഇനി വരുന്ന മെയിൻസ് വേരി ചെയ്യുന്നതാണോ എന്ന് സെൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒപ്റ്റോ കപ്ലർ വെക്കുന്നുണ്ട്. മെയിൻസ് ഓൺ ഇൻഡിക്കേഷൻ ഗ്ലോസ്. മെയിൻസ് വരുന്ന സമയത്ത് മെയിൻസിന് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻസ് ഓൺ ആണ് എന്നുള്ളത് ഇൻഡിക്കേഷൻ നമുക്ക് ഗ്ലോ ചെയ്ത് കിട്ടും. മെയിൻസ് ഓൺ എന്ന ഇൻഡിക്കേഷൻ ഗ്ലോ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്താണ് അവിടെ നടക്കുന്നത്, ആസ് സൂൺ ആസ് ദ മെയിൻസ് ഈസ് സെൻസ്ഡ്. മെയിൻസ് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്റ്റോ കപ്ലർ മെയിൻസിനെ സെൻസ് ചെയ്യും. സോ ആ സ്പോട്ടിൽ തന്നെ നമുക്കൊരു മെയിൻസ് ഓൺ എന്ന ഇൻഡിക്കേഷൻ കിട്ടും. Then changeover relay will respond after a few seconds to mains because of this capacitor. ചേഞ്ച് ഓവർ റിലേ ഈ കപ്പാസിറ്റർ അതായത് ഡിലേ കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം ചേഞ്ച് ഓവർ റിലേ എപ്പോഴും കുറച്ച് സെക്കൻഡ്സ്, ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് മാത്രമേ ചേഞ്ച് ഓവർ റിലേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. കാരണം ചേഞ്ച് ഓവർ റിലേക്ക് റെസ്പോണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഡിലേ കപ്പാസിറ്റർ വർക്ക് ചെയ്തിട്ട് വേണം. ഡിലേ കപ്പാസിറ്റർ അവിടെ പ്രൊവൈഡ് ചെയ്തത് കാരണം ചേഞ്ച് ഓവർ റിലേക്ക് കുറച്ചൊരു ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് മാത്രമേ അതിനുള്ള സിഗ്നൽ കിട്ടുള്ളൂ. അപ്പോൾ മാത്രമേ ചേഞ്ച് ഓവർ റിലേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. റിമൂവിങ് ദീസ് കപ്പാസിറ്റർ ഡിക്രീസസ് ദ ചേഞ്ച് ഓവർ ടൈം. ഈ ചേഞ്ച് ഓവർ ടൈം അതായത് നമുക്കിപ്പോൾ എന്തായാലും ഒരു സപ്ലൈ KCBയുടെ സപ്ലൈ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് ബാറ്ററി മോഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇൻവെർട്ടർ മോഡിലേക്ക് അല്ലെങ്കിൽ ബാറ്ററി മോഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഒരു ചേഞ്ച് ഓവർ ടൈം വരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ചേഞ്ച് ഓവർ ടൈം കുറയ്ക്കുന്നതാണ് നമുക്കും എന്തുകൊണ്ടും നല്ലത്. പക്ഷേ ഈ ചേഞ്ച് ഓവർ ടൈം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ കപ്പാസിറ്ററിനെ റിമൂവ് ചെയ്യണം, ഈ ഡിലേ കപ്പാസിറ്ററിനെ റിമൂവ് ചെയ്യണം. പക്ഷേ ഡിലേ കപ്പാസിറ്ററിനെ റിമൂവ് ചെയ്താൽ എന്താ സംഭവിക്കുക, നമ്മുടെ മോസ്ഫെറ്റ് ഡാമേജ് ആയി പോകും. മോസ്ഫെറ്റിന് ഈ ഫാസ്റ്റ് വേരിയിങ് കറൻസിനെ അക്കോമഡേറ്റ് അല്ലെങ്കിൽ അതിനെ താങ്ങാനുള്ളൊരു കഴിവ് എന്തിനില്ല, മോസ്ഫെറ്റിനില്ല. മോസ്ഫെറ്റ് ബേൺ ആയി പോകും. സോ അവിടെ എന്ത് വേണം, ഡിലേ കപ്പാസിറ്റർ വേണ്ടി വരും. സോ അവിടെ എന്തായാലും ഒരു ചേഞ്ച് ഓവർ ടൈം പ്രസൻ്റ് ആയിരിക്കും.